ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 77ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻട്രാൻസിറ്റീവ് വെർബുകളെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മുടെ വെർബിന്റെ കുടുംബത്തെ വിശദമായി പരിചയപ്പെടുകയായിരുന്നു അല്ലെ. ഇന്ന് ഈ വെർബിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. നോക്ക്, നമ്മുടെ വെർബ് അഥവാ ക്രിയ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാക്ക് രണ്ടു തരത്തിൽ കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? പ്രധാന ക്രിയകളായും കാണപ്പെടുന്നു, ഓക്സിലറി വെർബുകളായിട്ടും കാണപ്പെടുന്നു. ഈ സഹായക്രിയകൾ 24 പേരാണെങ്കിൽ പ്രധാന ക്രിയകൾ എന്ന് പറയുന്ന മെയിൻ വെർബുകൾ 100 കണക്കിനുണ്ടെന്ന് നമ്മൾ മനസ്സിലായി അല്ലേ. ഈ പ്രധാന ക്രിയകളെ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. ആക്ഷൻ വെർബുകളും സ്റ്റേറ്റ് വെർബുകൾ അഥവാ സ്റ്റേറ്റീവ് വെർബുകൾ എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് അല്ലേ. ഈ ആക്ഷൻ വെർബുകളും സ്റ്റേറ്റീവ് വെർബുകളും വീണ്ടും 4 തരത്തില് നമുക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് റെഗുലർ വെർബുകളും ഇറഗുലർ വെർബുകളും. അത് നമ്മള് വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സില് ട്രാൻസിറ്റീവ് വെർബുകളെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഇൻട്രാൻസിറ്റീവ് ഉണ്ട്. ഈ ടീമിലെ ലാസ്റ്റ് ഇനം ഇൻട്രാൻസിറ്റീവ് വെർബുകളെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ മലയാളം എന്താണ്? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ സകർമ്മക ക്രിയകൾ, ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയകൾ. ഇതില് ഈ കർമ്മം എന്നുള്ള വാക്കിന്റെ ഈ സാന്നിധ്യത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ ഈ ട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിലും ഇൻട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കർമ്മത്തെ കുറിച്ച് പറയാതെ നമുക്ക് ഇൻട്രാൻസിറ്റീവ് വെർബ് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇനി നമുക്ക് ഇൻട്രാൻസിറ്റീവ് വെർബുകളെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. അതിന് നമ്മുടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് എന്ന ആ വാചക നിയമത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് സബ്ജക്റ്റ് കർത്താവ്, ഒബ്ജക്റ്റ് കർമ്മം, വെർബ് ക്രിയ. ഞാൻ പറഞ്ഞല്ലോ, ഈ വെർബിന്റെ ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഒബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഒബ്ജക്റ്റ് എന്താ? കർമ്മം. നോക്കുക, ആദ്യത്തെ 2 വാചകം ട്രാൻസിറ്റീവ് വെർബുമായി ബന്ധപ്പെട്ടതാണ്. അത് പറഞ്ഞിട്ട് വേണം ഇൻട്രാൻസിറ്റീവ് നിങ്ങളോട് പറയാൻ. അപ്പോഴാണ് നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകുക. കാരണം ട്രാൻസിറ്റീവ് വെർബ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണല്ലോ. അപ്പൊ അത് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇങ്ങോട്ട് നോക്കുക, മിനി പാടുന്നു. മിനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പാടുക എന്ന പ്രവൃത്തി ചെയ്യണം. എന്താ പറയുന്നത്? മിനിക്ക് പാടുക എന്ന പ്രവൃത്തി ചെയ്യണം. പ്രവൃത്തി ചെയ്യാൻ എന്ത് വേണം? പാട്ട് വേണം അല്ലേ. വേണ്ട, ഈ പാടുക എന്നുള്ള പ്രവൃത്തി ചെയ്യാൻ പാട്ട് വേണം. ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു. എനിക്ക് സ്നേഹിക്കുക എന്ന പ്രവൃത്തി ചെയ്യണം. ഈ പ്രവൃത്തി ചെയ്യണമെങ്കിൽ സ്നേഹം ലഭിക്കാൻ ആരെങ്കിലും വേണ്ടേ? ആരാണ് എന്റെ സ്നേഹം ലഭിക്കുന്ന ആള്? അമ്മയാണ്. അപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ എന്ത് വേണം? അമ്മ വേണം അല്ലേ. അപ്പൊ എനിക്ക് പാടാൻ പാട്ട് വേണം, എനിക്ക് സ്നേഹിക്കാൻ അമ്മ വേണം. ഈ അമ്മ അല്ലെങ്കിൽ പാട്ട് എന്നീ വാക്കുകളാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞപ്പോൾ അത് ട്രാൻസിറ്റീവ് വെർബുകളുടെ ഒബ്ജക്റ്റുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു വെർബ് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ അറിയാൻ വേണ്ടി നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത്? വെർബിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്ന് വാട്ട്, എന്ത് എന്ന ചോദ്യം, അല്ലെങ്കിൽ ഹും, ആര് എന്ന ചോദ്യം. ചോദിച്ചോ? വേണ്ട, ചോദിച്ചോ കേട്ടോ. ഈ വെർബിനോട് ചോദിക്കുക, പാടുന്നു. ചോദിക്കേ, എന്ത് പാടുന്നു. വേണ്ട, ഈ വെർബിനോട് ചോദിക്കുകയാണ് എന്ത് പാടുന്നു. പണ്ട് എന്ത് മറുപടി കിട്ടി? പാട്ട്. വേണ്ട, പാടുന്നു. എന്ത്? പാട്ട്. വേണ്ട, മറുപടി ഉണ്ട്. ഇനി നോക്ക്, ഇത് വെച്ചോക്കിയേ, ആരെ പാടുന്നു. ആരെ പാടുന്നു, അതിന് മറുപടി ഇല്ല. ഏതെങ്കിലും അർത്ഥത്തിൽ മറുപടി കിട്ടിയാൽ മതി എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് പാടുന്നു, മറുപടി ഉണ്ട്, പാട്ട്. അപ്പോൾ ഈ പാടുക എന്ന ക്രിയ എന്താണ്? ഒബ്ജക്റ്റുള്ള ക്രിയയാണ്.
അഥവാ ട്രാൻസിറ്റീവ് വെർബാണ്. ഇനി അടുത്ത് നോക്കുക, സ്നേഹിക്കുന്നു. എങ്ങനെ ചോദിക്കേ, എന്ത് സ്നേഹിക്കുന്നു? എന്ത് സ്നേഹിക്കുന്നു? മറുപടി ഇല്ല. അപ്പൊ അടുത്ത് ചോദിക്കുക, എന്താണ്? ആരെ സ്നേഹിക്കുന്നു? ആരെ സ്നേഹിക്കുന്നു? വളരെ മറുപടി ഉണ്ട്, അമ്മയെ. കണ്ട, അപ്പൊ ഈ സ്നേഹിക്കുക എന്ന ക്രിയ എന്താണ്? കർമ്മമുള്ള ക്രിയയാണ്, ട്രാൻസിറ്റീവ് വെർബാണ്. എന്താ? സ്നേഹിക്കുന്നു ആരെ? അമ്മയെ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാണ് ഇപ്പോൾ ഓർമ്മയിൽ വന്നില്ലേ. ഇനി നമുക്ക് ഇൻട്രാൻസിറ്റീവ് വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബിന് കർമ്മം ഉണ്ടാകില്ല അഥവാ ഒബ്ജക്റ്റ് ഉണ്ടാകില്ല എന്നതാണ് ഇൻട്രാൻസിറ്റീവ് വെർബിന്റെ പ്രത്യേകത. മനസ്സിലൂടെ ഒരു 4-5 വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ. മാൻ ഓടുന്നു. നോക്കാം, ഓടുന്നു. ചോദിക്കേ, എന്ത് ഓടുന്നു? എന്തോടുന്നു? അപ്പൊ കുട്ടികൾ പറയും മാൻ ഓടുന്നു പറയും അല്ലേ? പറയാലോ, അങ്ങനെ പറയാലോ. ഓടുന്നു. എന്തോടുന്നു? പഴയ കുട്ടികൾ മാൻ എന്ന് പറയും. മാൻ എന്ന് പറഞ്ഞു ഇവിടെ മാനിന്റെ ഇവിടെ മാൻ ഓടുന്നതല്ലേ? അല്ല, അപ്പൊ എന്തോ കുഴപ്പമുണ്ടല്ലേ? അപ്പൊ എന്തെന്നുള്ളതിന് മറുപടി ഇല്ല എന്ന് അർത്ഥം. ഇനി അടുത്ത് നോക്കുക, ആരെ ഓടുന്നു? മറുപടി ഇല്ല. എന്തോടുന്നു? മറുപടി ഇല്ല. ആരോടുന്നു? മറുപടി ഇല്ല. അതിനാൽ എന്താണ്? ഈ ഓടുക എന്ന ക്രിയക്ക് ഒബ്ജക്റ്റ് ഇല്ല. മാന് തോന്നിയാൽ നമ്മൾ ഓടിക്കോളൂ അർത്ഥം. ഇനി അടുത്ത തവള ചാടുന്നു. തവളക്ക് ചാടാൻ തോന്നിയാൽ ചാടിക്കോളും. അതിന് പ്രത്യേകിച്ച് കാലൊന്നും പിള്ളേർ പറയും കാല് വീഴുന്നു പറയും. കണ്ട, തവളക്ക് ചാടാൻ തോന്നിയ എന്താണ്? തവള ചാടിക്കോളും. പക്ഷെ അതിന് ചാടുക എന്ന ക്രിയക്ക് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യണം. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാടുന്നു. എന്ത് ചാടുന്നു? എന്ത് ചാടുന്ന ചോദിച്ചാൽ തവള എന്നൊക്കെ വരും. അപ്പൊ ഇവിടെ തവള ചെയ്യുന്നുണ്ടോ? ഇവിടെ തവള ചെയ്യുന്നുണ്ടോ? ഒബ്ജക്റ്റ് ആണ് കണ്ടുപിടിക്കണം. അപ്പൊ തവള ചാടുന്നവരില്ലേ? അപ്പൊ അത് ശരിയല്ല. അത് മനസ്സിലായല്ലേ? പിന്നെ നമുക്ക് ആരെ ചാടുന്നു? മറുപടിയില്ല. അതിനാൽ ചാടുക എന്ന ക്രിയ എന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബാണ്, കർമ്മമില്ലാത്ത ക്രിയ. ഇനി അടുത്ത് നോക്കുക, ഫാൻ കറങ്ങുന്നു. ഫാൻ കറങ്ങാൻ വേണ്ടി എന്ത് ചെയ്യണ്ട? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, സ്വിച്ച് ഇട്ട ഫാൻ കറങ്ങിക്കോളും. അപ്പൊ ഫാൻ കറങ്ങാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അത് നമുക്ക് ചെക്ക് ചെയ്യാം. കറങ്ങാന്നുള്ള ക്രിയ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാമല്ലോ. നോക്കാം, ഫാൻ കറങ്ങുന്നു. കറങ്ങുന്നു. എന്ത് കറങ്ങുന്നു? എന്ത് കറങ്ങുന്നു ചോദിച്ചാൽ നമുക്ക് ഫാൻ വരും അല്ലേ? ഇവിടെ ഫാൻ എഴുതിയിട്ടുണ്ട്. ഫാൻ കറങ്ങുന്നല്ലേ? അത് ഒബ്ജക്റ്റ് ഇല്ലല്ലോ. വേണ്ട. അപ്പൊ അടുത്ത് ചോദിക്കാം, ആരെ കറങ്ങുന്നു? അതിന് മറുപടി ഇല്ല. അല്ല, അപ്പൊ കറങ്ങുക എന്ന ക്രിയക്ക് ഒബ്ജക്റ്റ് ഇല്ല എന്ന് മനസ്സിലായി. അതിനാൽ ഒബ്ജക്റ്റ് ഇല്ലാത്ത ക്രിയയാണ്. എന്താ? പാടുന്നു. എന്ത് പാടുന്നു? പാട്ട്. സ്നേഹിക്കുന്നു. ആരെ സ്നേഹിക്കുന്നു? അമ്മയെ. ഓടുന്നു. അല്ല, എന്തോടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇവിടെ ഒന്നും എഴുതാനില്ല. മാനോട് എഴുതി ശരി. മാൻ വരില്ലോ. വേണ്ട, ഇല്ല. ക്ലിയർ ആയല്ലോ. അടുത്ത് നമുക്ക് പടക്കം പൊട്ടുന്നു. പടക്കത്തിന് പൊട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് വലുത് വേണം. തീ കൊടുത്താൽ പൊട്ടിക്കോളും. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഈ 2 ചോദ്യം ചോദിച്ചു നോക്ക് നിങ്ങള്. പൊട്ടുന്നു. എന്ത് പൊട്ടുന്നു? എന്ത് പൊട്ടുന്ന വെച്ചാൽ പടക്കുന്നു വരും അല്ലേ? ഇവിടെ പടക്കുന്ന പടക്കം പൊട്ടുന്നാവില്ലേ? ബാക്കി ചോദ്യം ശരിയില്ലെന്ന് മനസ്സിലായി. അതിന് മറുപടി ഇല്ലാന്ന് മനസ്സിലായി. ആരെ പൊട്ടുന്നു? മറുപടി ഇല്ല. അപ്പൊ പൊട്ടുക എന്നെന്താണ്? ക്രിയ എന്താണ്? ഒബ്ജക്റ്റ് ഉള്ള ക്രിയ അല്ലാതെ. ഇനി അടുത്ത് നോക്കുക, അവനിരിക്കുന്നു. അവനിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വേണോ? അവനിരിക്കാന്ന് പറഞ്ഞാൽ അവനിരിക്കും. അന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാം. വേണ്ടത് ഇരിക്കുന്നു എന്ന് കേട്ട് ചോദിക്കുക, എന്ത് ഇരിക്കുന്നു? മറുപടി ഇല്ല. ആരെ ഇരിക്കുന്നു? മറുപടി ഇല്ല. കണ്ട, അപ്പോൾ ഇവിടെ ഒന്നും എന്ത് വരുന്നില്ല? ഒബ്ജക്റ്റ് വരുന്നില്ല. അതിനാൽ ഈ ഒബ്ജക്റ്റ് ഇല്ലാത്ത ഓടുന്നു, ചാടുന്നു, കറങ്ങുന്നു, പൊട്ടുന്നു, ഇരിക്കുന്നു തുടങ്ങിയ ക്രിയകളാണ് ഇൻട്രാൻസിറ്റീവ് വെർബുകൾ അഥവാ അകർമ്മക ക്രിയകൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിലൊന്നും കർമ്മമില്ല. അപ്പൊ കർമ്മം നിർബന്ധമില്ല എന്നർത്ഥം. ഇനി ഞാനിവിടെ ഒരു മാറ്റം എന്താണ് ചെയ്ത് കാണിച്ചിട്ട് നോക്കിയിട്ട് ഒരു മാറ്റം മനസ്സൊന്ന് മാറ്റിയാൻ പോണ്. നമുക്ക് ഇവിടെ നോക്കിയേ,
വേഗത്തിൽ ഓടുന്നു. അങ്ങനെ പറഞ്ഞോളൂ അല്ല, അങ്ങനെ പറയാലോ. അപ്പൊ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തുണ്ട് വേഗത്തിൽ വാക്ക് വന്നു അല്ലേ. അപ്പൊ ഇത് ഒബ്ജക്റ്റ് ആണോ? അല്ല. ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്രിയയോട് 2 ചോദ്യം ചോദിച്ചാലും മറുപടി ഏതെങ്കിലും ചോദ്യം മറുപടി കിട്ടണം എങ്കിൽ ഒബ്ജക്റ്റിൽ ക്രിയയുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈ വാക്ക് എന്താണെന്നാണ് ഈ നോക്കേണ്ടത്. ഇത് നോക്കുക, തവള പതുക്കെ ചാടുന്നു. ഇങ്ങനെ പറയാമല്ലോ, പറഞ്ഞുകൂടെ? അപ്പൊ ഇവിടെ ഈ ഒബ്ജക്റ്റിന്റെ ലൈനിൽ വാക്ക് വരണുണ്ടോ? അത് നോക്കുക, ഫാൻ എന്താണ് വേഗത്തിൽ കറങ്ങുന്നു. ഇങ്ങനെ പറയാലോ. അപ്പൊ ഒരു വാക്ക് വരുന്നുണ്ടല്ലോ, ഈ ഒബ്ജക്റ്റിന്റെ ലൈനിൽ തന്നെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഒബ്ജക്റ്റ് ആണോ? അല്ല. ഒബ്ജക്റ്റ് അല്ല, നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തില്ല. അപ്പൊ ഇതൊന്നും ഒബ്ജക്റ്റ് അല്ലാന്ന് മനസ്സിലായി. അന്ന് അങ്ങനെ വാക്കുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പടക്കം എന്താണ് ശബ്ദത്തോടെ പൊട്ടുന്നു. കണ്ട, ശബ്ദത്തോടെ പൊട്ടുന്നു. ആരെ പറഞ്ഞു ഇവിടെ? വലിയ ശബ്ദത്തോടെ എന്നൊക്കെ പറയാലോ പറഞ്ഞു. അത് നോക്കിയ അവൻ ബെഞ്ചിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞൂടെ? അവൻ ബെഞ്ചിൽ ഇരിക്കുന്നു. ഇപ്പോഴത്തെ സംശയം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ശരിക്കുള്ള മലയാള വാചകമാണല്ലോ. ഇതിനൊക്കെ ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ നമ്മളിന് ടെൻസ് എടുത്ത് കഴിയുമ്പോൾ പഠിക്കുമെന്ന് മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വാക്കുകളൊക്കെ എന്താണ്? ഈ വാക്കുകളില്ലേ ആര്? ഈ വേഗത്തിൽ, പതുക്കെ, വേഗത്തിൽ, ശബ്ദത്തോടെ, ബെഞ്ചിൽ. ഇതില് ചിലത് എന്താണ് ആഡ് വെർബ് എന്ന് വിളിക്കും. എന്താണ്? അല്ല, ആഡ് വെർബ്. ആഡ് വെർബ് എന്താണ്? ക്രിയാവിശേഷണം. നമ്മളിപ്പോ ക്രിയകളുടെ പഠിത്തം തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ക്രിയകൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ ക്രിയാവിശേഷങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി. അപ്പൊ തൽക്കാലം എന്താണ്? കണ്ട, ഈ ഓടുക എന്ന ക്രിയനെ വേഗത്തിൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കല്ലേ. കണ്ട, ഓടുന്നു. എങ്ങനെ ഓടുന്നു? വേഗത്തിൽ. കണ്ട, ഈ ക്രിയനെ വിശേഷിപ്പിച്ചത് നമ്മൾ വേറെ ക്ലാസ്സിൽ മിസ്സായിട്ട് എടുക്കും. തൽക്കാലം ഇപ്പൊ വന്നപ്പോ ഒന്ന് പറഞ്ഞു പോകാനാ. ചാടുന്നു. എങ്ങനെ ചാടുന്നു? പതുക്കെ. ഈ ചാടുക എന്ന ക്രിയനെ പതുക്കെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. കണ്ട, അതുപോലെ തന്നെ കറങ്ങുന്നു. എങ്ങനെ കറങ്ങുന്നു? കണ്ട, ഈ കറങ്ങുക എന്നത് വേഗത്തിലാണ് വിശേഷിപ്പിക്കുക. ഇങ്ങനെയുള്ള ക്രിയകളെ വിശേഷിപ്പിക്കുന്ന ഇത്തരം വാക്കുകളില്ലേ, ഈ വാക്കുകളെ ആഡ് വെർബ് അഥവാ ക്രിയാവിശേഷണം എന്ന് പറയും. ഈ ക്രിയകളുടെ പഠനമൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ, ടെൻസ് ഒക്കെ കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ മാഷ് എന്താണ് അവിടെയുള്ള വാചകങ്ങളില് ഈ ക്രിയാവിശേഷങ്ങള് എടുത്തതിന് ശേഷം ഫിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ അവിടേക്ക് തൽക്കാലം അതൊന്ന് ആലോചിച്ച് എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാൻ വേണ്ടിയ സമയത്ത്, അപ്പൊ ഈ വാക്കുകളൊക്കെ ഈ ഒബ്ജക്റ്റിന്റെ ലൈനിലാണ് കിടക്കണേ. ഒബ്ജക്റ്റിന്റെ ലൈനിലാണ് കിടക്കുന്നത് അല്ലേ. ആ ലൈനിലാണ് ഇവരൊക്കെ കിടന്നിരിക്കുന്നതെങ്കിലും അന്ന് ഒബ്ജക്റ്റ് അല്ലാന്ന് നമുക്ക് മനസ്സിലായില്ലേ. പക്ഷെ വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോ, ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാലോ നിങ്ങൾക്ക്, ഈ ഇംഗ്ലീഷ് ഭാഷയെ മെരുക്കി എടുത്ത് തരിക എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇത്തരം മലയാള വാചകങ്ങൾ ഇംഗ്ലീഷ് ആക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനമുണ്ടല്ലോ, ആ ഒബ്ജക്ട് സ്ഥാനത്തിലൊക്കെ വീണ്ടും വരും. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് വാക്കുകൾ അവിടെ എഴുതി കഴിഞ്ഞാൽ കൃത്യം എന്താണ് ഇംഗ്ലീഷായി മാറിക്കൊള്ളു. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന ഈ വാക്കുകൾ നമ്മളെ വാചകം ഉണ്ടാക്കുന്ന സമയത്ത് ആവർത്തിച്ച് അവിടെയും വരും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് മാഷ് അപ്പൊ എന്താണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മള് വാചകം ഉണ്ടാക്കാനുള്ള നിയമങ്ങളുണ്ടല്ലോ, ആ നിയമത്തില് ഈ വാക്കുകളുടെ സ്ഥാനം കൃത്യമായിട്ട് എന്താണ് പറഞ്ഞിരുന്നോട് എന്ത് ചെയ്യും, ആ പ്രശ്നം തീരും. ഇത് കർമ്മമുള്ള ഈ ക്രിയകൾ കർമ്മമുള്ളവരാണോ അല്ലാത്തതാണോ അറിയാൻ വേണ്ടിയുള്ള ചെക്കിങ് മാത്രമാണ് നമ്മളിപ്പോ നടത്തിയത്. അല്ലാതെ ഈ വാക്കുകളുടെ അർത്ഥം പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കുന്ന അല്ല ഇപ്പൊ പഠിപ്പിച്ചേക്കണേ. ഇവര് ചെക്ക് ചെയ്യുക ഇത് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ നോക്കല് മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഈ ക്ലാസ് കൊണ്ട് മാഷ് ഉദ്ദേശിച്ചിട്ടുള്ളേ. ഒരു കാര്യം കൂടിയും ഈ സമയത്ത് പറയാനുണ്ട്. ചില ക്രിയകൾ പൂർണ്ണമായും ഇൻട്രാൻസിറ്റീവ് ആണ്, എന്നാൽ ചില ക്രിയകൾ ട്രാൻസിറ്റീവായും ഇൻട്രാൻസിറ്റീവായും എന്താണ് വാചകങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നോക്ക്, ആദ്യം ഇൻട്രാൻസിറ്റീവ് വെർബുകൾ അകർമ്മ ക്രിയകൾ ഏതൊക്കെയാണോ നോക്ക്. ക്രൈ കരയുക, ലാഫ് ചിരിക്കുക, ഡൈ മരിക്കുക, സ്ലീപ് ഉറങ്ങുക, ഫാൾ വീഴുക, കം വരിക, ഗോ പോവുക, ലൈ കിടക്കുക, അറൈവ് എത്തിച്ചേരുക, സ്മൈൽ പുഞ്ചിരിക്കുക, സ്റ്റേ താമസിക്കുക. ഈ ക്രിയകൾക്ക് ഒന്നും എന്താണ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പ്. ഇനി അടുത്ത എന്താണ്
ട്രാൻസിറ്റീവായും ഇൻട്രാൻസിറ്റീവായിട്ടും പ്രവർത്തിക്കുന്നവ. എന്ന് പറഞ്ഞാൽ ചില വാചകങ്ങളിൽ ഇവർക്ക് ഒബ്ജക്റ്റ് ഉണ്ടാകും, വേറെ ചില വാചകങ്ങളിൽ ഇവർക്ക് ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? വേണ്ട. സിറ്റ് ഇരിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, ജംപ് ചാടുക, വാക്ക് നടക്കുക, റൺ ഓടുക, ലിവ് ജീവിക്കുക അല്ലെങ്കിൽ താമസിക്കുക, ക്ലോസ് അടയ്ക്കുക, ഈറ്റ് തിന്നുക, ഓപ്പൺ തുറക്കുക, പ്ലേ കളിക്കുക. പ്ലേയും ഈറ്റും ഒക്കെ എന്താണ് കേട്ടിട്ടതന്നെ അറിയാതെ എന്താണ് ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ ഇവരൊക്കെ എന്താണ് ഇൻട്രാൻസിറ്റീവ് ആയിട്ട് എന്താണ് വാചകങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ്. കേട്ടാ. അപ്പൊ നമ്മള് വിശദമായി ക്രിയകളെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 5-6 എപ്പിസോഡ് മാഷ് എന്താണ് ഈ ക്രിയകളുടെ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചു അല്ലേ? ഇത്രയും പ്രാധാന്യം ഈ ക്രിയകൾക്കുണ്ടോ? ഇത്രമാത്രം 6 എപ്പിസോഡ്, ചെറുതും വലുതുമായ 6 എപ്പിസോഡിലൂടെയാണ് ക്രിയകളെ മാഷ് പരിചയപ്പെടുത്തിയത്. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ക്രിയകൾക്ക് വലിയ റോള് ഇംഗ്ലീഷ് ഭാഷ പഠനത്തിലുണ്ട്. ഈ ക്രിയകളുടെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ അതിന്റെ ഗൗരവത്തിൽ ഈ ക്രിയനെ കാണാൻ വേണ്ടി ക്രിയകൾ ഇംഗ്ലീഷ് ഭാഷ പഠനത്തിൽ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്ലാസ്. ഇങ്ങോട്ടൊക്കെ ഈ ക്ലാസ്സില് നമ്മൾ ഈ തൊട്ടുമുമ്പ് കുറെ വാചകം കൊണ്ട് എഴുതിയല്ലോ, തവള ചാടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? അതിനൊക്കെയുള്ള ഇംഗ്ലീഷ് വാചകം ഏതാണ്, എവിടെ നിന്നാണ്, എപ്പോഴാണ് ഉണ്ടാക്കുക, ഇതെല്ലാം നമ്മുടെ ടെൻസ് എത്തുമ്പോൾ എന്താണ് ഇവരുടെ ഒക്കെ ഇംഗ്ലീഷ് എന്താണ് പ്രത്യക്ഷപ്പെടും. അപ്പോള് ഈ ഒബ്ജക്റ്റ് സ്ഥാനത്ത് ചില വാക്കുകളൊക്കെ വന്നല്ലോ, ഒബ്ജക്റ്റ് അല്ലാണ്ട് തന്നെ ആ ഭാഗത്ത് വന്ന് കിടക്കുന്ന വാക്കുകൾ അവരൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ മാഷ് പഠിപ്പിക്കില്ലേ? കേട്ടാ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താണ് ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.